അവൾക്ക് മയക്കൊന്നും വേണ്ട. പയ്യെ പറഞ്ഞ പയ്യന്നൂര് വെക്കുന്ന ശബ്ദമാ, ശബ്ദരേഖ. തന്റെ തൊട്ടിത്തരങ്ങൾ കൊച്ചെടുത്താണ് എന്റെ ശബ്ദം കൂടി പോയത്. കല്യാണാൽബത്തിലല്ലാണ്ട് ജീവിതത്തിൽ നിന്നൊന്നും മുട്ടിയിരുന്നോ? മുട്ടിക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നല്ലോ, തന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ? അതെ, നിങ്ങളൊക്കെ കേക്കണം. സ്വന്തമായിട്ട് 4000 സ്ക്വയർ ഫീറ്റ് വീട്, 50 ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ്, പ്രീമിയം കാറ്, നിന്റെ എടി പറ്റാഞ്ഞിട്ടല്ലടി, അതും പറ്റുമായിരുന്നു. ഞാൻ കൈക്കൂലി വാങ്ങിയിരുന്നെങ്കിൽ. ആഹാ, ശമ്പളം തന്നെ മതിയായിരുന്നല്ലോ. കിട്ടണത് മുഴുവൻ കൂട്ടുകാരെ കഴിയിപ്പിക്കാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടുകാരടി നിനക്ക് എന്നെ കെട്ടാൻ തോന്നിച്ച IRS-കാരനാക്കിയത്. ജീവിക്കാൻ വേണ്ടിയായിരുന്നില്ലല്ലോ, നിങ്ങൾ തന്തനെ നോക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്. ഓ, തന്തേനെ നോക്കിയ പുണ്യം നീ പറയണ്ട. ഏതോ ഒരു ജന്തു മറ്റുള്ള നീ അപ്പനെ കണ്ടിട്ടുള്ളൂ. ഓ, അൽഷിമേഴ്സ് അടിച്ച് ബോധവും പോയി മുറ്റത്തിരുന്ന് അപ്പിടുന്ന ആളെ പിന്നെ എങ്ങനെ നോക്കണം? ചിരിക്കണ്ട. നിന്റെ അപ്പനെ ഗതി വന്നാലും ഇതൊക്കെ തന്നെ ചെയ്യും. ഞാൻ ചിരിച്ചൊന്നുമില്ല. വാ എടുത്താ നോണേ പറയുള്ളൂ. വെറുതെ അല്ലേ മീഡിയ പോയി. ഹലോ കണ്ണേട്ടാ, മോന്റെ പേര് പറഞ്ഞ അച്ഛൻ വിളിച്ചോളും. നീ ആ ഫോൺ കുഞ്ഞിന് ചെറിയ വെച്ചോടത്തെ, ഞാൻ വിളിച്ചോളാം. ഊർണനാഭൻ നായർ. എന്താ പേര്? ഊർണനാഭൻ നായർ. വെച്ചേ ഒന്ന് പോയടാ പോർക്കെ. വല്ല ആവുന്ന പണിക്കും പോടാ. പിന്നെന്താ കാവടിയാടാ.